ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നേഴ്സസ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട നിരവധി സാക്ഷ്യങ്ങൾ നാം നേഴ്സസ് ടൈമിലൂടെ കേട്ടുവല്ലോ. അവരെല്ലാം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവരുടെ വേദനയുടെ നടുവിൽ അവർക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാനായി മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയൊരു സമൂഹം തന്നെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന കർത്താവ് എന്നും ശ്രവിക്കുകയും ചെയ്തു. മാസത്തിൻ്റെ 4ാമത്തെ ആഴ്ചയായി ഇന്ന് ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ ലോകം മുഴുവനുമുള്ള എല്ലാ നഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി നാം എത്തിയിരിക്കുകയാണല്ലോ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകമായിട്ട് രോഗികളായിട്ട് ആശുപത്രിയിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളിലേക്കും കർത്താവിൻ്റെ സൗഖ്യദായകമായ കരമിറങ്ങുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ആരാധനയെ നയിക്കുന്നത് അലൈൻ സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ പാരിഷ് പ്രീസ്റ്റായ സ്റ്റാലിൻ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള അലൈൻ നേഴ്സസ് മിനിസ്ട്രിയാണ്. അവരോടൊന്നു ചേർന്നുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാം. ആരാധന 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 യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടും നീ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടും നീ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കണ്ടാലും എന്തു വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം മൂലം നാം ദൈവമക്കളായി. എന്നാൽ അവരെക്കാൾ എത്രയോ ഭാഗ്യവുമുള്ളവരാണ് നാം. ഒരു ഇടിമുഴക്കത്തിലൂടെയോ വലിയ പ്രകാശത്തിലൂടെയോ അത്ഭുതങ്ങളിലൂടെയോ മാത്രം ദൈവം അവരോട് സംസാരിച്ചപ്പോൾ ഇന്നിതാ നമ്മുടെ കണ്ണിന് മുമ്പിൽ എല്ലാവർക്കും അനുഭവിക്കാവുന്ന രൂപത്തിൽ, ഒരു കൊച്ചപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്നു. സ്നേഹസമ്പന്നനായ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയാകട്ടെ ദൈവേഷ്ടത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങി അവസാനത്തുള്ളി രക്തം വരെ ചിന്തി കുരിശുമരണം വരിച്ചു. സ്നേഹിച്ചു തീരാതെ നിത്യവും നമ്മോടൊത്തായിരിക്കുവാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. എന്നും നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നു. ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി
പിതാവിൻ്റെ വക്ഷസോട് ചേർന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ത്രിലോകരാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മയും പുത്രനോട് ചേർന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ച് 12 അപ്പസ്തോലന്മാരും അവരോട് ചേർന്ന് ക്രൊവേമാരും ശ്രാപ്പേമാരും അടങ്ങുന്ന നവവൃന്ദം മാലാഖമാരോട് ചേർന്ന് എപ്പോഴും ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന അസംഖ്യം വിശുദ്ധരും രക്തസാക്ഷികളും വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ഏറ്റുപാടുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗവാസികളോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അപ്പസ്തോലന്മാരോട് ചേർന്ന് രക്തസാക്ഷികളോട് ചേർന്ന് ഈ ലോകത്തുള്ള സമസ്ത ജീവജാലങ്ങളോടും ചേർന്ന് 2 കോടി നേഴ്സുമാരോട് ചേർന്ന് ഒന്ന് ചേർന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഈശോയെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. 116 സങ്കീർത്തനം 12 വാക്യം. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഈ സമയം നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാ ദാനങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്ക് ഈശോയിലേക്ക് കൈകൾ നീട്ടാം. ഈശോയെ, ഈ സമയം ഞങ്ങളിവിടെ വിളിച്ചു ചേർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടേതല്ലാത്തതായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല ഈശോയെ. ഈശോയെ, അങ്ങ് തന്ന സുഖവും ദുഃഖവും സന്തോഷവും സങ്കടങ്ങളും ഞങ്ങളുടെ ഉത്കണ്ഠകളും ആകുലതകളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ കഷ്ടപ്പാടുകളും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് വിട്ടുതരുന്നു ഈശോയെ. സ്നേഹത്തോടെ ഞങ്ങളെ വളർത്തിയ മാതാപിതാക്കന്മാരെ, വാത്സല്യം തന്ന് വളർത്തിയ സഹോദരരെ, ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ ഗുരുഭൂതരെ, ഞങ്ങളുടെ അയൽപ്പക്കക്കാരെ, ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഈശോയെ, ഞങ്ങളെ വെറുത്തവരെയും ഞങ്ങളെ തള്ളിപ്പറഞ്ഞവരെയും ഞങ്ങളെ അവഗണിച്ചവരെയും ഉപദ്രവിച്ചവരെയും ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് കൈകൾ ഉയർത്തി ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ 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 ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. ഹല്ലേലൂയ 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 ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ പലപ്പോഴും ജോലിഭാരം കൂടുമ്പോൾ തളർന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മളൊക്കെ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്, ആർക്കും എന്നെക്കുറിച്ച് വിചാരമില്ല എന്ന്. എന്നാൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഈശോയെ, മറ്റുള്ളവരെക്കാളൊക്കെ അധികമായി എന്നെക്കുറിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് വിചാരമുള്ള എൻ്റെ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ, മറ്റുള്ളവരെക്കാളൊക്കെ അധികമായി നീ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാനൊരു നേഴ്സാകണമെന്ന് അങ്ങനെ തിരഞ്ഞെടുത്തത്. ഈശോയെ, നേഴ്സിംഗ് എന്ന വിളിയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നമുക്കെല്ലാവർക്കും ഹൃദയത്തിലേക്ക് കരങ്ങൾ ചേർത്ത് വയ്ക്കാം. നേഴ്സിംഗ് എന്ന വിളിയിലൂടെ നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ നേഴ്സിംഗ് പഠിപ്പിച്ച സ്ഥാപനം, പഠിപ്പിച്ച ഗുരുഭൂതര്, അവിടുത്തെ സഹപാഠികൾ, നാളിതേവരെയും ഞങ്ങൾ കണ്ടുമുട്ടിയ ഓരോ രോഗികളെയും
നമ്മളങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെയും അതിന് മേലധികാരികളെയും ഈശോയെ, ഓരോ സ്ഥലത്തിലും ഞങ്ങൾ വേദനിപ്പിക്കപ്പെട്ടപ്പോഴും അവഗണിക്കപ്പെട്ടപ്പോഴും ഞങ്ങൾക്ക് ആശ്വാസമായി വന്ന ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജോലി സ്ഥലത്ത് ഞങ്ങൾ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ട പല അവസരങ്ങളും ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. പലപ്പോഴും ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അക്രമാസക്തരായ രോഗികളെയും കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ആ അവസരങ്ങളൊക്കെയും അങ്ങയുടെ ദൂതന്മാരെ അയച്ച് ഞങ്ങളെ പരീക്ഷിച്ചതിനെ ഓർത്ത്, അങ്ങ് തന്ന സംരക്ഷണത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് നമ്മെ രക്ഷിക്കുന്നു. വൻമല പോലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ അധികാരികളുടെ മുമ്പിൽ പലപ്പോഴും ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നപ്പോൾ എൻ്റെ ഈശോയെ, തുണയായി എത്തിയത് നീയായിരുന്നു. എൻ്റെ കർത്താവെ, രോഗികളുടെ മരണസമയത്തും അത്യാസന്ന നിലയിലുള്ള രോഗികളെ ശുശ്രൂഷിക്കുമ്പോഴും ഞങ്ങളുടെ കൈകാലുകൾക്ക് മാൻപേടയുടെ വേഗം തന്നത് യേശുവെ നീ തന്നെയായിരുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ഓർമ്മ കുറഞ്ഞപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തന്നത് യേശുവെ നീ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് തന്ന അറിവിനെ ഓർത്ത്, ജ്ഞാനത്തെ ഓർത്ത്, ബുദ്ധിയെ ഓർത്ത്, തക്ക സമയത്ത് ഞങ്ങളുടെ കൈകാലുകളെ ചലിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളേക്കാൾ മറ്റുള്ളവർ ഒത്തിരി കഴിവുള്ളവരുണ്ടായിട്ടും ഞങ്ങളുടെ മുമ്പിൽ നടക്കില്ലെന്ന് ഞങ്ങളെ അവഗണിച്ച് പറഞ്ഞവരുണ്ടായപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈശോയെ, പാപാവസ്ഥയിൽ ഞങ്ങൾ വീഴാമായിരുന്നെങ്കിലും എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ പിടിച്ചു മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ നിറച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, 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 ആമേൻ. നല്ല പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയായും ഒരു ശക്തിയായും ഞങ്ങളുടെ കൂടെ ഒപ്പം നടക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയുടെ വാഗ്ദാനമായിരുന്നു പരിശുദ്ധാത്മാവ്. ഈശോ പറഞ്ഞു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങളിലേക്ക് അയക്കുകയും ചെയ്യും. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നിറച്ചതിനെ ഓർത്ത് ഈശോയോട് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നമ്മളെ ഈശോ എടുത്ത് ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, സ്നേഹ ഈശോയെ, ക്ഷമിക്കാനും സഹിക്കാനും ശക്തി തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ നൽകുന്ന സമാധാനത്തെ ഓർത്ത്, ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത്, ഈശോയെ, ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ കിട്ടിയ എല്ലാ അവസരങ്ങളെയും ഓർത്ത്, ഈശോയെ, ഞങ്ങൾക്ക് നൽകുന്ന ഓരോ സന്തോഷത്തെയും ഓർത്ത്, കർത്താവെ, ഞങ്ങളുടെ മേലധികാരികളേക്ക് ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ ആത്മീയ ഗുരുഭൂതരെ അങ്ങയുടെ നിറവിനാൽ നിറയ്ക്കുന്നതിനെ ഓർത്ത്, യേശുവേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ
സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ ഈശോയെ, ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. തിരുവോസ്തി രൂപനായി ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യ ഈശോയെ, അങ്ങയുടെ തിരുമുൻപിലേക്ക് രോഗികളായ ഓരോ നഴ്സുമാരെയും സമർപ്പിക്കുന്നു. ദിവ്യ ഈശോയെ, അവിടുന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഞങ്ങളോട് ഇപ്രകാരം പറയുന്നു: അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഈശോയെ നാഥ, പലവിധമായ മാനസികവും ശാരീരികവുമായ രോഗത്താൽ കഷ്ടപ്പെടുന്ന ഓരോ രോഗികളെയും തമ്പുരാനെ നിൻ്റെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ നാഥ, ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ പ്രയാസങ്ങളുമായി ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ രോഗികളിലും ഈശോയെ അങ്ങയെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ വേദനകൾ അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ജോലി ചെയ്യുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. യേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കുവാൻ വേണ്ടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസിലൂടെ ഞങ്ങളെ അറിയിച്ച ദിവ്യനാഥ, ഞങ്ങളുടെ ജോലി മേഖലയിലെ എല്ലാ സഹനങ്ങളും, പ്രത്യേകിച്ചും കാരണമില്ലാതെ കുറ്റപ്പെടുത്തുന്ന മേലധികാരികൾ, അംഗീകാരം ലഭിക്കാത്ത അവസ്ഥ, പരിധിക്ക് അപ്പുറമുള്ള ജോലിഭാരം, സഹപ്രവർത്തകരിൽ നിന്നുള്ള തെറ്റിദ്ധാരണകൾ എല്ലാം ഈശോയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് അന്യായമായി വിധിക്കപ്പെട്ടപ്പോഴും പീഡകളേറ്റപ്പോഴും ക്ഷമയോടെ സഹിച്ച് ദൈവഹിതത്തിന് വിധേയപ്പെട്ടതുപോലെ ഞങ്ങളും മേലധികാരികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഏൽക്കുന്ന സഹനങ്ങൾ അങ്ങയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് അനുഗ്രഹമാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയും കോട്ടയും അവനല്ലയോ, ജീവന്റെ മാർഗവും അവനല്ലയോ, സത്യവും സ്നേഹവും അവനല്ലയോ, നീതിയും നിയമവും അവനല്ലയോ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. കർത്താവായ യേശുവെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും ജോലി മേഖലകളിലും ഞങ്ങളിൽ ക്ഷമയും സൗമ്യതയും പരീക്ഷിക്കപ്പെടുന്ന അവസരങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും
അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ജോലികളും ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. 1 പത്രോസ് 5:6 നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നരുളി ചെയ്ത ഞങ്ങളുടെ സ്നേഹപിതാവേ, ദൈനംദിന ജോലി മേഖലയിൽ ഞങ്ങളെ അലട്ടുന്ന ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക, രോഗികളിൽ നിന്നുണ്ടാകുന്ന വേദനിപ്പിക്കുന്ന പ്രതികരണങ്ങൾ തുടങ്ങിയ എല്ലാ ഉത്കണ്ഠകളെയും അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹമായി ലോകത്തിലേക്ക് കടന്നു വന്ന ഈശോയെ, ഞങ്ങളുടെ ജോലി പലപ്പോഴും കഠിനവും ഭാരവുമേറിയതാണെന്ന് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ എൻ്റെ ഏറ്റവും ചെറിയ ഈ സഹോദരന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയെ, എല്ലാ രോഗികളിലും അങ്ങയെ കണ്ടുകൊണ്ട് സ്നേഹത്തോടെ അവരെ പരിചരിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സ്നേഹസ്വരൂപനായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനകളുമായി അണഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും തൃക്കൺ പാർക്കണമേ. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷാ മേഖലകളിൽ അവർ അനുഭവപ്പെടുന്ന എല്ലാവിധമായ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങൾ അതിജീവിക്കുവാനുള്ള കൃപയും ശക്തിയും അവർക്ക് ഓരോരുത്തർക്കും നൽകണമേ. അവരുടെ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. അവർ വഴി രോഗസൗഖ്യം നേരിടുന്ന രോഗികളെ അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ സൗഖ്യത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് ഇവരോരോരുത്തരെയും അങ്ങ് ഉപയോഗിക്കണമേ. അതുവഴി അങ്ങയുടെ സ്നേഹവും സൗഖ്യവും ലോകം മുഴുവൻ അറിയുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങ് ദാനമായി നൽകിയ വിളിയെ ഓർത്ത് ഞങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിലും സമാധാനത്തിലും സംരക്ഷണത്തിലും ഞങ്ങൾ ഓരോരുത്തരെയും നിലനിർത്തണമേ. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തമാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ
നൽകണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ജെറമിയ 32:27 പറയുന്നു, ഞാൻ സകലമർത്തരുടെയും ദൈവമാണ്, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? അതേ പ്രിയമുള്ളവരെ, നാം ഇന്ന് ഈ ആരാധനയിൽ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളിലേക്കും നമ്മുടെ കണ്ണുനീരിലേക്കും നൊമ്പരങ്ങളിലേക്കും കർത്താവ് ഇടപെട്ട് കഴിഞ്ഞു. കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ലോകം മുഴുവനുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലൂടെ യേശുവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.